നമ്മളിന്ന് റാഗി ചെറുപയർ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് ചെറുപയറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി എടുക്കാം. 1 ടീസ്പൂൺ ഉലുവയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കഴുകി നമുക്ക് കുതിരാൻ വയ്ക്കാം. നമ്മളിപ്പോൾ നല്ലപോലെ കഴുകി വന്നിട്ടുണ്ട്. നമ്മളൊരു 8 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പൊടിയെല്ലാം മാറിയത്, ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് വന്നത്. ഇനി നമ്മളിപ്പോൾ രാവിലെ 10 മണിയാണ്, നമ്മൾ രാത്രിയാണ് ദോശ ചുടുന്നത്. നിങ്ങളൊരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. നമ്മളിപ്പോൾ നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. റാഗിയും ചെറുപയറും ഒക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് അരച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിത് പുളിക്കാനൊന്നും വെക്കുന്നില്ല. എപ്പോഴാണോ നമുക്ക് ചുടാനുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് അരച്ചെടുത്താൽ മതി. ജാറിലേക്ക് കുതിർന്ന ചെറുപയറും റാഗിയും ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് തട്ടാനായിട്ട് ഒരു 5 ചെറിയുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സാധാരണ ദോശമാവിന് ഇത്ര അളവിനാണോ നമ്മൾ അരയ്ക്കുന്നത് ആ ഒരു പരുവത്തിന് തന്നെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് രണ്ടും കൂടി ചേർത്ത് മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ദോശമാവിൻ്റെ അളവിന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ദോശമാവിൻ്റെ ആ ഒരു അളവിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശ ചുടാനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടായിട്ട് നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വേവുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ടേക്കാം. ആ സൈഡും കൂടി വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു നെയ്യ് ദോശയും കൂടെ ഉണ്ടാക്കാം. നെയ്യ് ഒഴിച്ചും കൂടി ഒരു ദോശ ചുടാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് മറിച്ചിടാണ്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിലും മതി. ഇല്ലെങ്കിൽ നമുക്ക് മറിച്ചിടണമെങ്കിൽ മറിച്ചിട്ട് അവിടെ കൂടെ മുറിച്ചെടുക്കാം. നമ്മൾ എന്തായാലും മറിച്ചിടുന്നുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇളക്കി മാറ്റാം. നല്ല മുരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റാഗി ചെറുപയർ ദോശ റെഡി. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ചെടുത്ത് ചുട്ട നല്ല ക്രിസ്പിയാക്കിയ ദോശയാണ്. ഇത് നമ്മൾ നെയ്യ് ഒഴിക്കാതെ തന്നെ ക്രിസ്പിയാക്കിയ ദോശയാണ്. ഇത് നമ്മൾ നെയ്യൊന്നും ഒഴിക്കാതെ സാധാരണ ചുട്ടെടുത്ത നല്ല സോഫ്റ്റ് ദോശ. എങ്ങനെ വേണോ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം.